ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോയ്ലൻസ് റേക്സ്. അപ്പോൾ നമ്മളിന്ന് ഫൈൻഡിങ് ലക്കി സീഡ്സിൻ്റെ പാർട്ട് 2 ആണ്. ഇതാണ് സീഡ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ സീഡ് കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ്, എപ്പോഴത്തേനും പിള്ളേർ ചീറ്റ്സ് ഓൺ ആക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചീറ്റ്സ് ഓൺ ആക്കിയതിന് ശേഷം ഇനി ഇത് ക്രിയേറ്റ് ആവട്ടെ. 1 week later. ഓക്കെ, ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങളൊരു ബ്രിച്ച് ഫോറസ്റ്റിലോട്ടായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലെവൽ ക്രിയേറ്റീവ് ആയിപ്പോയി. അത് ഞാനൊന്ന് സർവൈവൽ ആവട്ടെ. അപ്പോൾ ഞാൻ സർവൈവൽ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറുതല്ല, അത്യാവശ്യം വലിയൊരു ബ്രിച്ച് ഫോറസ്റ്റിൽ ചെല്ലും. എന്നിട്ട് ഇതേ കയറിയിട്ട് സ്ലാഷ് ഇട്ടിട്ട് ടി പി എന്ന് വെച്ചിട്ട് ഞാനിപ്പം സ്ക്രീനിൽ ഒരു കോർഡിനേറ്റ് കൊടുത്തേക്കാം. ആ കോർഡിനേറ്റ് നിങ്ങൾ അടിക്കുക. ഇപ്പോൾ ഞാൻ അടിക്കുന്ന കോർഡിനേറ്റിനെ നിങ്ങൾ അടിക്കുക. 330. അതാണ് ഒരു കോർഡിനേറ്റ്. 330 മാത്രമല്ല, ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന കോർഡിനേറ്റ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചത് മൈൻക്രാഫ്റ്റിലോട്ട് നോക്കി എഴുതിയാൽ മതി. 75 ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചിഹ്നം ഇടണം. നമ്മുടെ മൈനസിൻ്റെ ഒരു ചിഹ്നം ഇടുക. അത് ഇട്ടിട്ട് 870 അടിച്ചിട്ട് അത് കൊടുത്താൽ മതി. ടെലിപ്പോർട്ടാവും നമ്മൾ ടെലിപ്പോർട്ടായിട്ടില്ല. ഞാൻ ടൈപ്പ് ചെയ്തതിന് മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ, സ്ക്രീനിൽ കൊടുത്ത പോലെ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടായിരിക്കും. ഇതൊരു അടിപൊളി സീഡാണ് ഗൈസ്. കണ്ടോ ഗൈസ്, വില്ലേജ് ഇതിനകത്ത് ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ട്. വില്ലേജ്, ഔട്ട് പോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഇതൊരു വില്ലേജിൽ തന്നെ ഔട്ട് പോസ്റ്റും മാൻഷനും ഉണ്ട്. ഈ ഔട്ട് പോസ്റ്റ് വില്ലേജ് മാൻഷനും മാത്രം ഉള്ളതെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഒരു സ്ട്രക്ചറും കൂടെ ഉണ്ട്, ഒന്നല്ല കുറച്ചധികം. അപ്പോൾ അടുത്ത സ്ട്രക്ചർ കാണിക്കാനും ഞാൻ സ്പെക്ടേറ്റർ മോഡ് എടുക്കട്ടെ. ഓക്കെ, സ്പെക്ടേറ്റർ മോഡ് എടുത്തിട്ടുണ്ട്. സ്പെക്ടേറ്റർ മോഡ് എടുത്തിട്ട് അടിയിലോട്ട് നമ്മൾ പോകുമ്പോൾ കാണിച്ചു തരാം ഞാൻ. ഇവിടെ നമ്മുടെ ഓഷൻ മോണിമെൻറ്റും ഉണ്ട് ഈ സൈഡിൽ. ഇതൊരു ലക്കി സീഡാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനേക്കാൾ ലക്കി ആയിട്ടുള്ളൊരു സീഡ്. ഇതിവിടെ ആയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഓഷൻ മോണിമെൻ്റ് ആണുള്ളത്. ഇതും കഴിഞ്ഞ് മൈൻക്രാഫ്റ്റിലുള്ള പകുതി സ്ട്രക്ചേഴ്സും ഇതിനകത്തുണ്ട്. ഇനി ഏറ്റവും അടിയിലോട്ട് പോകണം. നമ്മൾ ഈ സ്പെക്ടേറ്റർ മോഡ് ആയതുകൊണ്ട് മൈനൊന്നും ചെയ്യാതെ തന്നെ പോകാമല്ലോ. ഇങ്ങനെ അടിയിലോട്ട് പോവുക. അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അടിയിലും കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഒത്തിരി. ഞാൻ എല്ലാം ഒന്നും ഈ വീഡിയോ കാണിക്കുന്നില്ല, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്താൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടൽ റൂം ഇരിപ്പുണ്ട്. ഇനി കഴിഞ്ഞില്ല, ഇനി നമ്മുടെ ട്രയൽ ചേമ്പറും കൂടെ ഉണ്ട്. അത് ഇവിടുന്ന് തന്നെ നേരെ പോയി കഴിയുമ്പോൾ നമ്മുടെ ട്രയൽ ചേമ്പർ കാണാൻ പറ്റും ഗൈസ്. അതിന് മുമ്പ് ഇവിടെ ജിയോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ട്രയൽ ചേമ്പർ, ആദ്യം ട്രയൽ ചേമ്പർ നമുക്ക് കാണാം. അത് കണ്ടോ, നല്ല വലിയ ട്രയൽ ചേമ്പറാണ്. നിങ്ങൾക്ക് എക്സ്പ്ലോറൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല വലിയ ട്രയൽ ചേമ്പർ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ അടിയിലോട്ട് നോക്കുവാണെങ്കിൽ ലഷ് കേവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ വലിയൊരു ലഷ് കേവാണ്. കഴിഞ്ഞ വീഡിയോ കണ്ട അത്രയും വലിയ ലഷ് കേവ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് ഈ ലഷ് കേവിനും. പിന്നെ ഇവിടെ നമ്മൾ ജിയോയിഡ് ഉണ്ട്. ഇത് ഒരെണ്ണമല്ല, 10-20 ജിയോയിഡ് ഇതിൻ്റെ അടുത്തടുത്തായിട്ടുണ്ട്. ജിയോയിഡ് നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമുള്ള സാധനം അല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം അതും കൂടെ സ്പൈ ഗ്ലാസ്സേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഇനി ഇവിടെ സൈഡിലായിട്ട് കുറച്ച് സ്പോണറൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ സീഡ് എന്തായാലും ട്രൈ ചെയ്യുക, ഇത് നല്ലൊരു സീഡ് തന്നെയാണ്. ഇവിടെ വേറൊരു ജിയോയിഡ് ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങൾക്കൊരു എളുപ്പപ്പണിക്ക് കാണിച്ചത് ഈ എൻഡ് ബോട്ടിലിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന എനിക്ക് കാണിച്ചു തരാം ഗൈസ് ഒരു സംഭവം. നിങ്ങൾ ഈ വെള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എളുപ്പപ്പണിക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങോട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷിപ്പ്രക്കും കൂടെ ഉണ്ട് കേട്ടോ. ആ സൈഡിലായിട്ടൊരു ഷിപ്പ്രക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പ്രക്ക് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ സർവൈവലാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോങ് ഹോൾഡിൽ നേരെ പോർട്ടൽ റൂമിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഷിപ്പിൻ്റെ ഈ പൊളിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഇത് ഈ ഭാഗം, ഇവിടുന്ന് നേരെ അടിയിലോട്ട് പോകണം. കേസ് അടിയിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ പോയാൽ മതി. അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അവിടെ നേരെ അങ്ങ് പോയാൽ മതി കേസ്. മൈൻഡ് ചെയ്ത് നേരെ ഒരു പോക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോർട്ടൽ റൂമിലോട്ട് എത്തും. അവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ നെതറിൽ പോയി ഒപ്പിക്കുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ടോട്ടം വരെ കിട്ടാനുള്ള സെറ്റപ്പ് ഒറ്റ ഇതിലുണ്ട്. വില്ലേജർ റോൾ പോസ്റ്റ്, അതുപോലെ ടോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് മാൻഷനും ഉണ്ട്.
അപ്പോൾ ഈ ഒരു സീഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 3 വേണമെങ്കിൽ പാർട്ട് 3 എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഒരു 2 പേരും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാക്കി ഇടാം. പാർട്ട് 3 എന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. സെറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ എൻ്റെ പാർട്ട് 3. നമുക്ക് പാർട്ട് 3യിൽ ഇതിലും ബെസ്റ്റായിട്ടൊരെണ്ണം നോക്കാം, പറ്റുമെന്ന് ശ്രമിക്കാം. ഇതിൽ അടിപൊളിയായിട്ടൊരെണ്ണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഗെയിമിലുള്ള പകുതി സ്ട്രക്ചേഴ്സ് ഈ ഒറ്റ സീഡിലുണ്ട്. കോർഡിനേറ്റ്സ് നിങ്ങൾ എന്തായാലും മറക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഐഡിയയും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങോട്ട് നേരെ ടെലിപ്പോർട്ടായിട്ട് ഈ ഐലൻഡ് കണ്ടോ, ഈ ഐലൻഡ് കുറച്ചൊന്ന് വലുതാക്കിയെങ്കിൽ ഈ ഐലൻഡ് കുറച്ചും കൂടെ വലുതാക്കി നിങ്ങൾ ഇവിടെ ഒരു വീടൊക്കെ പണിയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബ്രിഡ്ജ്, ഒരു പാലം കറക്റ്റ് വളഞ്ഞൊക്കെ ഇങ്ങോട്ട് വരുന്ന പോലെ ആയിരിക്കാം. നല്ല സെറ്റപ്പ് ആയിരിക്കും. കാരണം റൈഡൊക്കെ നിങ്ങൾക്ക് വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം റൈഡിനകത്ത് റെവഞ്ചർ വരുമെന്നേ ഉള്ളൂ. റെവഞ്ചർ ഒഴിച്ച് ബാക്കി എല്ലാ മോബ്സും ഇതിനകത്ത് തന്നെ കാണും. അതുകൊണ്ട് റൈഡ് പോലും വിളിക്കേണ്ട ഒരാവശ്യമില്ല. വിളിക്കണമെങ്കിൽ വിളിക്കാം. ഇതൊരു അടിപൊളി സീഡാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ കാണാം. അതുവരെയും ബൈ.